നിളാനദിയുടെ സംരക്ഷണം എന്ന പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പായിരുന്നു. അവിടെ ഉന്നയിക്കപ്പെട്ട ഒന്നാമത് ഈ നിളാനദി എന്ന് പറയുമ്പോൾ തന്നെ പറയിപെറ്റ പന്തിരുമക്കളുടെ ചരിത്രം മുതൽ ഉള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. കുഞ്ചൻ നമ്പ്യാർ അടുത്ത കാലത്ത്, എഴുത്തച്ഛൻ അതിനു മുൻപ്, പിന്നെ വള്ളത്തോൾ തുടങ്ങിയിട്ടുള്ള കവികൾ, ഇവരെല്ലാവരും ജനിച്ച സ്ഥലം എന്ന് മാത്രമല്ല, കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്ഥലം, കലയുടെയും മറ്റുമൊക്കെ ഈറ്റില്ലം എന്നിങ്ങനെ നിളാനദിയുടെ തടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗംഗയ്ക്ക് എങ്ങനെയാണോ സ്ഥാനമുള്ളത് അതുപോലെയുള്ള ഒരു വലിയ സ്ഥാനം എല്ലാ നദികൾക്കും അങ്ങനെയുണ്ട്. കാരണം പരിഷ്കാരത്തിൻ്റെ, സംസ്കൃതിയുടെ ആവാസം ആദ്യകാലത്ത് നദീതടങ്ങളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ പുഴ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം, സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശം നേരിട്ടതും അതിനാണ്. മണൽ വാരുന്നത് കൊണ്ട് നദി വറ്റിപ്പോകും, വെള്ളം ഇല്ലാതെയാകും. ഈ നിളാനദീ തീരത്ത് തിരുനാവായ മണൽപ്പുറത്ത് നടന്ന പാരിസ്ഥിതിക ചർച്ച വളരെ പ്രയോജനകരമായിരുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വിചാരസത്രം നടന്നത് 1996 ജനുവരി 20-21 തീയതികളിലാണ്.